നമസ്കാരം. പാമര ഗീത എന്ന ശീർഷകത്തിലുള്ള ഈ ഭഗവത്ഗീത ജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ 31ാമത് ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 27ാമത് ശ്ലോകമാണ്. ആ ശ്ലോകം നമുക്ക് നോക്കാം. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ഇരുഭാഗത്തു നിന്നും യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന ബന്ധുജനങ്ങളെ കണ്ടിട്ട് മനസ്സിൽ കൃപ തോന്നിയ അർജുനൻ, കൃപ എന്നുള്ള വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സിൽ കൃപ തോന്നിയ അർജുനൻ അങ്ങേയറ്റത്തെ വിഷാദത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഈ ശ്ലോകത്തിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃപ എന്നുള്ള വാക്കാണ്. എന്തുകൊണ്ടാണ്? അർജുനന്റെ മനസ്സിൽ കൃപ തോന്നി എന്ന വാദത്തോട് മിക്കവാറും എല്ലാ ഗീതാ വ്യാഖ്യാതാക്കളും വിയോജിക്കുകയാണ്. അവനവൻ്റെ പല ദൗർബല്യങ്ങളെയും മറച്ചു പിടിക്കാൻ പലരും പല പദങ്ങൾ ഉപയോഗിച്ചും അത്തരം വികാരങ്ങളെ മഹത്വവൽക്കരിക്കാറുണ്ട് എന്നവർ വിശദീകരിക്കുന്നു. വിഷാദം ഉണ്ടായെങ്കിൽ അത് മനസ്സിൻ്റെ ദൗർബല്യം കൊണ്ടാണ്, അല്ലാതെ കൃപ കൊണ്ടല്ല എന്നും അവർ പറയുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം കണ്ട് സ്വന്തം ആൾക്കാരോടുള്ള അമിതമായ താല്പര്യം മൂലം മനസ്സലിഞ്ഞ് അർജുനൻ്റെ മാനസികമായ സമനില തെറ്റിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. അതിനാൽ അയാൾ കഠിനമായ വിഷാദത്തിലേക്ക്, ഡിപ്രഷനിലേക്ക് വഴുതി പോകുന്നു. കൃപ എന്ന വാക്ക് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് അനുചിതമാണ് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. അതിനു മുമ്പ് ഈ ശ്ലോകത്തിലെ ചില വാക്കുകൾ നമുക്ക് നോക്കാം. സമീക്ഷ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ടിട്ട്. കൗന്ദേയ, കുന്തിയുടെ മകൻ അർജുനൻ. കൃപയാ പരയാവിഷ്ടു, പരമമായ കൃപയോട് കൂടിയവനായി. സർവാൻ ബന്ധൂനവസ്ഥിതാൻ, അണിനിരന്ന് നിൽക്കുന്ന എല്ലാ ബന്ധുക്കളെയും. വിഷീദൻ, വിഷമിച്ചുകൊണ്ട്, വ്യസനിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്. ഇതം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. വിഷാദൻ നിതം അബ്രവീത് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിഷമിച്ചുകൊണ്ട്, വ്യസനിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എപ്രകാരം പറഞ്ഞു എന്നുള്ളത് നമ്മൾ വരാൻ പോകുന്ന അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കേരള ഭഗവത്ഗീതയിലെ ഈ താൻ സമീക്ഷ്യ സ എന്ന് പറയുന്ന ആ തുടങ്ങുന്ന ആ ശ്ലോകം എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒന്ന് പാരായണം ചെയ്യാം, നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ. അപ്പോൾ എല്ലാവരും റെഡിയാന്ന് കരുതുന്നു. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. നന്ദി, നമസ്കാരം.